ഡിജിറ്റൽ വിശുദ്ധന്റെ ദീപം യുവാക്കളുടെ യാത്രയ്ക്ക് വെളിച്ചം. ക്രിസ്തുവിനെ പിന്തുടരുവാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രിസ്ത്യാനിയും. ജ്ഞാനസ്നാനത്തിലൂടെ ക്രിസ്തുവിൽ ജനിക്കുന്ന ഓരോ വിശ്വാസിയും ക്രിസ്തു വാഹകരാകേണ്ടവരാണ്. ലളിതമായി പറഞ്ഞാൽ ക്രിസ്തു വാഹകരാകുക എന്നത് തന്നെയാണ് ഓരോ ക്രൈസ്തവ വിശ്വാസിയുടെയും പരമപ്രധാനമായ ദൗത്യമെന്നത്. 21-ാം നൂറ്റാണ്ടിൻ്റെ വിശുദ്ധരെ സഭ ഇന്ന് തേടുമ്പോൾ ഈ കാലഘട്ടത്തിൽ വെറും 15 വർഷം കൊണ്ട് തൻ്റെ ജീവിതത്തെ വിശുദ്ധമായി കാഴ്ചവെച്ച് ജീൻസും കൂളിംഗ് ഗ്ലാസും ഷൂസും അണിഞ്ഞ് ഗിറ്റാർ വായിക്കുന്ന, ടീഷർട്ട് ധരിക്കുന്ന, സിനിമയ്ക്ക് പോകുന്ന, കുറെ കൂടി വ്യക്തമായി പറഞ്ഞാൽ അടിച്ചു പൊളിച്ചു നടക്കുന്ന യുവാവായ വിശുദ്ധ കാർലോ അക്യൂട്ടസിനെ സെപ്റ്റംബർ 7-ന് ലിയോ 14-ാമൻ പാപ്പ വിശുദ്ധന്റെ ഗണത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നു. ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഓരോ വിശ്വാസിക്കും പിന്തുടരുവാൻ സാധിക്കുന്ന വ്യക്തിത്വം. ഇന്നത്തെ ഈ യുവജനങ്ങൾക്ക് ഒരു വെളിച്ചമാണ് വിശുദ്ധൻ. സങ്കീർണവും സാംസ്കാരികവുമായ വ്യത്യാസങ്ങളുള്ള ഈ ലോകത്ത് വിശുദ്ധനാകാൻ സാധിച്ച വിദ്യാർത്ഥി ഇന്ന് ആഗോള സഭയിലെ യുവജനങ്ങൾക്ക് പ്രചോദനമായിക്കൊണ്ടിരിക്കുകയാണ്. കമ്പ്യൂട്ടർ ഗെയിമുകളിലും സോഷ്യൽ മീഡിയയിലും മുഴുകിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കാർലോ തൻ്റെ കൗമാരപ്രായത്തിൽ വിശ്വാസ തീക്ഷ്ണതയും ദൈവസ്നേഹവും എങ്ങനെ കാത്തുസൂക്ഷിച്ചുവെന്ന് നാം ഓർക്കണം. യുവജന രൂപം. നമ്മുടെ ദിനപത്രങ്ങളിലും സോഷ്യൽ മീഡിയകളിലും ദിവസേന കാണുന്നത് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും കുറ്റകൃത്യങ്ങളുടെ പരമ്പരയാണ്. ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് വഴിതെറ്റുന്ന യുവാക്കളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. ഞായറാഴ്ച ദിവ്യബലിയിൽ സംബന്ധിക്കുന്ന എണ്ണം ദിനംപ്രതി കുറഞ്ഞു വരികയാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്ന ഈ കൊച്ചു കേരളത്തിലെ ഒരു വിദ്യാലയത്തിൽ നടന്ന സംഘർഷം കൊലപാതകത്തിലാണ് കലാശിച്ചത്. ഇവയെല്ലാം യുവാക്കളുടെ ദിശ മാറിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. മയക്കുമരുന്നിൻ്റെ ഉപയോഗം, വിശുദ്ധ കുർബാനയിൽ നിന്നുള്ള അകലം, സ്കൂൾ കോളേജുകളിലെ പ്രശ്നങ്ങൾ, കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ, ഗുണ്ടാ സംസ്കാരം ഇവയെല്ലാം ഇന്നത്തെ യുവജനങ്ങളുടെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ വിശുദ്ധ കാർലോയുടെ ജീവിതം ഒരു പാഠപുസ്തകമാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവത്തെ കാണാൻ ശുദ്ധ മനസ്സുള്ളവർക്ക് കഴിയുമെന്ന് തീർച്ചയാണ്. വിശുദ്ധ കാർലോ തൻ്റെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ചത് ഈ ശുദ്ധിയും ലാളിത്യവും വഴിയാണ്. ലാളിത്യ ജീവിതത്തിന് സൗന്ദര്യവും സ്വാതന്ത്ര്യവും പ്രദാനം ചെയ്യുന്നുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ എല്ലാ സങ്കീർണതകളിലും ജീവിതത്തിൻ്റെ സൗന്ദര്യവും വിശുദ്ധിയും ആഘോഷിക്കുവാൻ, എളിയവനാകുവാൻ വിശുദ്ധ കാർലോയെ പോലെ ഓരോ വിശ്വാസിക്കും സാധിക്കുന്നതാണ്. എളിയവനാകുമ്പോൾ, ലാളിത്യം പുലർത്തുമ്പോൾ ഓരോ വിശ്വാസിയും ദൈവത്തിലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ടവയേക്കാൾ വേണ്ടെന്ന് വെച്ചവയുടെ പട്ടികയായിരിക്കും സ്വഭാവ വൈശിഷ്ട്യത്തിൻ്റെ മാറ്റം നിർണ്ണയിക്കുന്നത്. ആവശ്യമില്ലാത്തവയെ വിവേചിച്ചറിയുവാൻ കഴിയുന്നവന് ആർഭാടങ്ങളിലേക്കും തെറ്റുകളിലേക്കും വഴുതി വീഴാതെ ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ കഴിയും. എനിക്ക് എല്ലായ്പ്പോഴും ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവമാണ് പ്രധാനം എന്ന് പറയുവാൻ വിശുദ്ധ കാർലോയ്ക്ക് കഴിഞ്ഞത് ഈ ഒരു വിവേചന മികവ് തന്നെയാണ്. ഇൻ്റർനെറ്റിലൂടെയുള്ള സ്വർഗസഞ്ചാരം. 7-ാം വയസ്സിൽ ദിവ്യകാരുണ്യം സ്വീകരിച്ച വിശുദ്ധ കാർലോ ഒരിക്കൽ പോലും ദിവ്യബലി മുടക്കിയിട്ടില്ല. സ്വർഗത്തിലേക്കുള്ള തൻ്റെ ഹൈവേയാണ് ദിവ്യകാരുണ്യം എന്നാണ് വിശുദ്ധ കാർലോ പറയുന്നത്. ചുറ്റുമുള്ളതിനേക്കാൾ ദിവ്യകാരുണ്യത്തെ സ്നേഹിച്ച വ്യക്തി. ഒരു ദിവ്യകാരുണ്യവും എന്നെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ചവിട്ടുപടികളാണ് എന്ന് കാർലോ പറയുന്നത് പൂർണ്ണമായും എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായും പാപമോചനത്തിലേക്ക് ഒരുക്കുന്നതിനുള്ള ദൈവസ്നേഹത്തിൻ്റെ പ്രാധാന്യവുമാണ്. ക്രിസ്തുവിനോടുള്ള അതിയായ സ്നേഹത്തെ പ്രതി സ്വന്തമായ വെബ്സൈറ്റ് രൂപപ്പെടുത്തി സഭ അംഗീകരിച്ച 136 ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെക്കുറിച്ച് ലോകമെമ്പാടുമുള്ള ആളുകളിലേക്ക് എത്തിച്ച് വിശ്വാസം എന്നത് ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധമാണ്. അത് ദൈവത്തിലുള്ള വിശ്വാസവും അവൻ വെളിപ്പെടുത്തിയ സത്യത്തിലേക്കുള്ള വിശ്വാസവും ദൈവത്തോടുള്ള സമ്പൂർണ്ണ സമർപ്പണവുമാണ്. ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തി മനുഷ്യനോട് സംസാരിക്കുമ്പോൾ മനുഷ്യൻ അതിൽ പൂർണ്ണമായി ആധികാരികത നൽകണം. എന്നാൽ ഇന്ന് പല യുവജനങ്ങളും ഈ ബന്ധത്തിൽ നിന്ന് അകന്നു പോകുകയാണ്. വിശുദ്ധ കുർബാന അത് ഈശോയുടെ ശരീരവും രക്തവുമാണ്, നമ്മുടെ ആത്മീയ ഭക്ഷണമാണ്. ഞാൻ ജീവനുള്ള അപ്പമാകുന്നു, സ്വർഗത്തിൽ നിറങ്ങിയ അപ്പം. ഈ അപ്പത്തിൽ നിന്ന് ആരെങ്കിലും ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും.
ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നത് നമ്മുടെ ആത്മീയ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു. പുണ്യസ്മരണാർഹനായ ഫ്രാൻസിസ് പാപ്പയുടെ അപ്പോസ്തലിക പ്രബോധനമായ ക്രിസ്തു സ്വിവിത്തിൽ യുവജനങ്ങളോടുള്ള സഭയുടെ സ്നേഹവും കരുതലും വ്യക്തമാക്കുന്നുണ്ട്. ക്രിസ്തു ജീവിക്കുന്നു, അവനാണ് നമ്മുടെ പ്രത്യാശ. ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ യുവത്വം അവനാണ്, പാപ്പ പറയുന്നു. പ്രിയ യുവാക്കളെ, നമ്മുടെ യൗവനാവസ്ഥയുടെ ഈ വർഷങ്ങളെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുക. സഭ നിങ്ങളോടൊപ്പം നടക്കാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ കുർബാനയോടുള്ള അദ്ദേഹത്തിൻ്റെ അഗാധമായ സ്നേഹവും ഭക്തിയും നമുക്ക് ഏവർക്കും പ്രചോദനമാണ്. സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് സഭയുടെ വളർച്ചയ്ക്കായി പ്രയത്നിക്കാൻ കാർലോയെ പോലെ ഓരോരുത്തരും മുന്നോട്ട് വരണം. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കുകയില്ല, അവൻ ജീവൻ്റെ വെളിച്ചം ഉണ്ടായിരിക്കും. കാർലോ അക്വിറ്റസിന് ഈ വെളിച്ചത്തെ തൻ്റെ ജീവിതത്തിൽ പ്രകാശിപ്പിച്ചു. അദ്ദേഹത്തെ പോലെ വിശുദ്ധിയിലേക്ക് വളരുവാനും ചുവടുവെക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. ഓരോ യുവാവും യുവതിയും മറ്റൊരു കാർലോയെ പോലെ യേശുവിനായി ജീവിക്കാൻ തുടങ്ങുമ്പോൾ സഭ വളരുകയും വിശ്വാസികൾ കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കുകയും ചെയ്യുന്നു.